ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്മാർട്ട്. എൻ്റെ പേര് വിസ്മയ. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഡേ ത്രെഡാണ്. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. കുറേ ദിവസമല്ല നമ്മൾ ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്തിട്ട്. എൻ്റെ കമൻറ്റ് സെക്ഷൻ എടുത്ത് നോക്കി എപ്പോഴും കാണാം. നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് ഇടും, ചേച്ചി ഡേ ഇൻ മൈ ലൈഫ് വേണം, ഡേ ഇൻ മൈ ലൈഫ് വേണമെന്ന്. അപ്പോൾ ഓക്കെ, നമുക്ക് അതെടുക്കാൻ വിചാരിച്ചു. കാരണം കുറേ പേർക്ക് അങ്ങനത്തെ വീഡിയോസാണ് കാണാൻ ഇഷ്ടം. അപ്പോൾ നമുക്ക് ഡേ ഇൻ മൈ ലൈഫ് ആവാം ഇന്നത്തെ വീഡിയോ. ഞങ്ങൾ ഇന്നലെ സിനിമ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു, ഗോഡ് ലൈഫ്. നമ്മൾ ആടുജീവിതം കാണാൻ പോയിട്ടുണ്ടായിരുന്നു ഇന്നലെ. അപ്പോൾ അതുകൊണ്ട് വന്ന് ഉറങ്ങുമ്പോഴേക്കും 12:45 കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ 12:15 എന്തോ കഴിഞ്ഞപ്പോഴാണ് അവിടെ നിന്ന് ഇറങ്ങി വന്ന് ഡ്രസ്സൊക്കെ മാറ്റിയൊക്കെ വരുമ്പോൾ 12:45 കഴിഞ്ഞു. പിന്നെ ഉറങ്ങി വരുമ്പോൾ 1 മണി കഴിഞ്ഞു ഗൈസ്. അത് നല്ല ലേറ്റ് ആയിട്ടാണ് 2 ദിവസമായിട്ട് ഉറങ്ങുന്നത്. ഇന്നലെ അതേ മിനിഞ്ഞാന്ന് ഇതുപോലെ തന്നെ, മിനിഞ്ഞാന്ന് തന്നെ നമ്മളൊരു പടം കണ്ടിട്ട്, ആവേശം കണ്ടിട്ട് ഇതുപോലെ 1 മണി സമയത്താണ് ഉറങ്ങിയിട്ടുണ്ടായത്. അതുകൊണ്ട് പിറ്റേ ദിവസം നല്ല ലേറ്റ് ആയിട്ടാണ് എണീറ്റത്. ഇന്ന് കറക്റ്റ് രാവിലെ 12 മണിക്കാണ് എണീറ്റ് വന്നത്. അപ്പോൾ 2 ദിവസമായിട്ടുള്ള ഉറക്കത്തിൻ്റെ ഓർഡറൊക്കെ തെറ്റിക്കെടുക്കുകയാണ്. അങ്ങനെ ഇനിയിപ്പോൾ നമുക്ക് ഇന്ന് എന്തൊക്കെ പരിപാടി ഉണ്ട് വെച്ചാൽ, കുഞ്ഞു കുറച്ച് പരിപാടികളുണ്ട്. അമ്മേനായിട്ട് പുറത്ത് പോകാനുണ്ട്. എൻ്റെ റിംഗ് ലൈറ്റിൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അത് ചെറുതല്ല, ചെറിയൊരു റിംഗ് ലൈറ്റാണ്, അത് പൊട്ടി. ഇനിയിപ്പോൾ ഞാനെങ്ങനെ വീഡിയോ എടുക്കാറ് വെച്ചാൽ ഈ ഫോണും ഇങ്ങനെ ഞാത്തിടും, എന്നിട്ടാണ് എടുക്കാറ്. പക്ഷെ അത് ഭയങ്കര റിസ്ക്കാണ്. അപ്പോൾ എന്നാൽ പിന്നെ പുതിയതൊരെണ്ണം വാങ്ങാൻ വിചാരിച്ചു. പക്ഷെ പുതിയതൊരെണ്ണം വാങ്ങാൻ നമുക്ക് താല്പര്യമില്ലാണ്ടല്ല, കിട്ടാണ്ടാണ്. ഇവിടെ ചാവക്കാട് എവിടെയും ഇല്ല. ഞാൻ നോക്കിയതാണ്, ഒക്കെ ഇങ്ങനത്തെ കിട്ടിയിട്ട് കാര്യമില്ല. ഒക്കെ എന്നല്ല, ആ ഒരു കടയിൽ എന്തോ ഞാൻ കണ്ടിട്ടുള്ളൂ. പിന്നെ ഇനിയിപ്പോൾ ഗുരുവായൂർ നോക്കണം, മമ്മിയൂർ നോക്കണം, അവിടെ എന്തായാലും പോയി നോക്കണം. ഇന്ന് അതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് തന്നെ പോകണം. അത് രണ്ടും കൽപ്പിച്ചിട്ടാണ് ഗൈസ്. ഇത് കിട്ടിയില്ലെങ്കിൽ പ്രശ്നം. ട്രൈപ്പോഡ് പിന്നെ വലിയ കുഴപ്പമില്ല. ട്രൈപ്പോഡ് ചെറുതായിട്ടൊരു അഡ്ജസ്റ്റ്മെൻ്റ് ആണെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം, നമുക്ക് കുഴപ്പമൊന്നുമില്ല. വീഡിയോ എടുക്കാനുള്ള എന്താ പറയുക സ്ഥിതിയിലാണ് എൻ്റെ ട്രൈപ്പോഡ് ഇപ്പോൾ ഉള്ളത്, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഒരു പണി കൂടെ ഉണ്ട് ഗൈസ്. കവറിൻ്റെ അകത്താണ് സംഭവം ഉള്ളത്. എന്താണെന്ന് വെച്ചാൽ, ഇത് എൻ്റെ അമ്മയുടെ സാരിയാണ്. എത്ര വർഷം പഴക്കമുണ്ടെന്ന് അറിയില്ല. എത്ര വർഷം, അത്രയ്ക്ക് പഴക്കമൊന്നുമില്ല. സോ ഗൈസ്, ഇതാണ് സാരി വന്നിട്ട്. നേരിട്ട് കാണാൻ പ്രത്യേക ഒരു ഭംഗിയായിട്ട്. എൻ്റെ ഇത് ഇല്ലാത്തൊരു കളറാണ് ഇങ്ങനത്തെ ഒരു കളറ്. ഓക്കെ, ഞാനിത് എടുക്കാൻ പോവല്ല ഗൈസ്, തെറ്റിദ്ധരിക്കണ്ട. ഞാൻ ഇത് കൊണ്ടുപോയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പോയാൽ അതും കൂടെ ഇന്ന് കൊടുക്കണം. മെഹന്തിയിൽ കൊടുക്കാമല്ലോ വിചാരിച്ചിട്ടാണ്. അവിടുത്തെ ചേച്ചി എനിക്ക് എൻ്റെ മാമൻ്റെ ഹൗസ് വാമിങ്ങിന് പട്ടുപാവാട അടിച്ചാൽ ആ ടോപ്പിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്താ പറയുക, ഞാൻ എന്താണോ മനസ്സിലുണ്ട് അതേപോലത്തെ സംഭവം തന്നെ ആക്കി തന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ആ ചേച്ചിയിൽ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. എന്താ സംഭവം അടിക്കാൻ പോകുന്നത് വെച്ചാൽ, സ്കേർട്ടും ടോപ്പൊന്നുമല്ല, കുർത്തി സെറ്റാണ്. ഫുൾ കുർത്ത സെറ്റാണ്. അതായത് നമുക്ക് എൽബോ വരെ സ്ലീവ് വരുന്നത്. ഞാൻ സ്ലീവ്ലെസ് അടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ കയ്യിൽ കുറേ സ്ലീവ്ലെസ് ഉണ്ട്, അപ്പോൾ ഒന്ന് മാറ്റി പിടിക്കാൻ വിചാരിച്ചു. അതുകൊണ്ട് ഇത്ര വന്ന സ്ലീവായിട്ട് ഇവിടെ ചെറിയ കുഞ്ഞു പഫ് വന്നിട്ട് അങ്ങനെ ഒരു ഫുൾ കുർത്ത എൻ്റെ കയ്യിൽ ഉണ്ട്, 2 ഓൾറെഡി അങ്ങനത്തെ. അതുപോലെ ഫുൾ കുർത്ത പ്ലസ് ഇതേ സംഭവങ്ങൾ തന്നെ പാൻറ്റും കൂടെ ചെയ്യുക. അപ്പോൾ അത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഒരു ഐഡിയ കിട്ടും. അതായത് നമ്മളിങ്ങനെ മിന്ത്രയിലൊക്കെ നോക്കിയാൽ, മിന്ത്രയിലൊക്കെ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. കുർത്തി സെറ്റ് എന്നൊക്കെ അടിക്കുകയാണെങ്കിൽ ഒരു കുർത്തി ഉണ്ടാവും, അതിൻ്റെ സെയിം ക്ലോത്ത് കൊണ്ട് പാൻറ് ഉണ്ടാവും. ആ ഒരു സെറ്റപ്പാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പാൻറ് വെച്ച് ഭയങ്കര ലൂസ് പലാസയല്ല, അത് ഭയങ്കര ഫിറ്റ് ആയിട്ടുള്ളതുമല്ല. എന്താ പറയുക, നമ്മുടെ ഇപ്പം എങ്ങനെ ഞാൻ പറഞ്ഞു തരാം, ഇത് ഇത്ര മനസ്സിലാക്കിയാൽ മതി ഗൈസ്. നിങ്ങൾ ഭയങ്കര ലെഗിങ്സ് പോലത്തെ ടൈറ്റ് അല്ലാതെ കുറച്ചുകൂടി ലൂസ് ടൈപ്പായിട്ടുള്ള പാൻറ്. അത് ഈ സാരി കൊണ്ട് ധാരാളം ഉണ്ടാവും. എന്തായാലും തുണി ബാക്കി വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ബാക്കി വരാണെങ്കിൽ നമുക്ക് പട്ടുപാവാടയ്ക്കുള്ള ഒരു ടോപ്പും കൂടെ അയക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതടിക്കാൻ കൊടുക്കണം. അത് ഇന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്, ഒപ്പം പോകാമെന്ന് വിചാരിച്ചു അമ്മയുടെ ഒപ്പം. പിന്നെ ഉള്ളത് ഒരെണ്ണം കൂടെ ഉണ്ട് സ്റ്റിച്ച് ചെയ്യാൻ. ഇത് ഞങ്ങൾ അജ്രക്കിൻ്റെ മെറ്റീരിയൽ എടുത്തിട്ടുണ്ടായിരുന്നു കുർത്തി അടിക്കാൻ വേണ്ടിയിട്ട്. കുർത്തിയൊക്കെ അടിച്ച് കഴിഞ്ഞു ഗൈസ് കേട്ടോ. അപ്പോൾ മെറ്റീരിയൽ അത്യാവശ്യം ബാക്കിയുണ്ട്. നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് കേട്ടോ. അത് ഇങ്ങനെ വീഡിയോയിൽ ഒരു ഭംഗിയില്ല കാണാൻ. അയ്യോ, ഇതല്ല ഫ്രണ്ട് വശം. ഇതുകൊണ്ട് ഞാൻ കുർത്തിയൊക്കെ അടിച്ചു. അപ്പോൾ മെറ്റീരിയൽ അത്യാവശ്യം ബാക്കിയുണ്ട്. നമുക്കൊരു പട്ടുപാവാട ടോപ്പ് അടിക്കാനുള്ള ബാക്കിയുണ്ട്, വെറുതെ ഇത് കളയണ്ടല്ലോ. കൂടെ അതിൻ്റെ ലൈനിങ്ങും ബാക്കിയുണ്ട്. സോ നമ്മൾ ഇതുകൊണ്ടൊരു പട്ടുപാവാട ടോപ്പ് അടിക്കാനാണ് എൻ്റെ പ്ലാൻ. എങ്ങനെ അടിക്കണം എന്ന് ഐഡിയ ഇല്ല, അതൊക്കെ ഒന്ന് തപ്പണം.
അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടികളുള്ളത്. പുറത്ത് പോകേണ്ടത്. ഓക്കെ, കുളിച്ചിട്ടില്ല ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ 12 മണിക്കാണ് എണീറ്റതെന്ന്. കുളി കഴിഞ്ഞിട്ടില്ല, കുളിക്കണം. മുഖത്ത് ഫേസ് പാക്കൊക്കെ ഇട്ടിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചിട്ടാണെന്ന്. ഞാൻ എൻ്റെ സ്വന്തം മറ്റേ പരിപ്പ് നമുക്ക് ഇട്ടിട്ട് സെറ്റാക്കാം. അങ്ങനെ പിന്നെ ന്യൂസ് ഉണ്ട് കേട്ടോ. ന്യൂസ് ഇവിടെ നിൽക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് തന്നെ പോവുള്ളൂ. അങ്ങനെ അപ്പോൾ ഗൈസ്, ഈ നിമിഷം വരെയുള്ള അറിവിൽ മെയിൽ ക്ലാസ് ഉണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ വരുമോ എന്തോ കേട്ടോ, എനിക്കറിയില്ല ഗൈസ്. വന്നാൽ ഞാൻ കരയും. കാരണം നമുക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ വരും. ഓക്കെ. അപ്പോൾ അമ്മയുടെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് തലയിലും ഒക്കെ ഇട്ടിട്ട് ഇരിക്കുന്നുണ്ട്. തലയിലും മറ്റേ തോർത്തൊക്കെ കെട്ടിയിട്ട് ഇരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എന്താ പറയുക ബാക്കി? ഞാൻ പറഞ്ഞില്ലേ ആദ്യമൊക്കെ അമ്മ ഒരു എക്സ്പ്രഷൻ ഇട്ടതാണ് ഗൈസ് വെറുതെ. പിന്നെ കുറേ പേര് ചോദിച്ചെൻ്റെ കാതിൻ്റെ വേദന ഉണ്ടോ. കുറേ പേര് മീൻസ് കുറച്ച് പേര് 2-3 പേരൊക്കെ ഉണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്ന കുറേ പേര് കാത് വേദന ഉണ്ടോയെന്ന്. സത്യത്തിൽ കുറച്ച് ദിവസമായിട്ട് വേദനയൊന്നും ഉണ്ടാവില്ല, പക്ഷെ പെട്ടെന്ന് എന്തോ വേദന പോലെ ഉണ്ട്. എന്തോ ഇവിടെ ഒരു വേദന, അത് ഒരു മാറാൻ കുറച്ച് ടൈം. ഇത് തന്നെയാണ് എനിക്ക് ഇപ്പോഴും കുറച്ച് വേദന കൂടുതൽ. ഇങ്ങനെ ആക്കുമ്പോൾ വലിയ കുഴപ്പമില്ല, അങ്ങനെ ആക്കുമ്പോൾ കുറച്ച് വേദന ഉണ്ട്. ഓക്കെ, നമുക്ക് നല്ല ഷൂട്ട് എടുക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കിനി പോയിട്ട് ഫേസ് പാക്ക് ഇടാം ഗൈസ്. കമ്മോൺ. എന്തായാലും ഫേസ് പാക്ക് ഇട്ടിട്ട് ഇങ്ങനെ വെറുതെ ഇരിക്കേണ്ട. അതുകൊണ്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന് ചെയ്യാമല്ലോ വിചാരിച്ചിട്ട് ഞാൻ മാങ്ങ മുറിച്ച് വെച്ചു ഗൈസ്. മാങ്ങ ഫ്രിഡ്ജിൽ 2 ഇരിക്കുന്നുണ്ടായിരുന്നു. അതിൽ ഒരെണ്ണെടുത്ത് ഞാൻ വെറുതെ ഇങ്ങനെ മുറിച്ച് വെച്ചാണ്. അപ്പോൾ നമ്മൾ ആസ് യൂഷ്വൽ നമ്മളെ പാത്രം എടുത്തിട്ടുണ്ട്. ഇത് തന്നെയാണ് എൻ്റെ ഫേസ് പാക്കൊക്കെ ഉണ്ടാക്കുന്ന പാത്രം കേട്ടോ. പിന്നെ ഫ്രിഡ്ജിലാണ് ഞാൻ ആ സംഭവം വെച്ചിട്ടുള്ളത്. നിങ്ങൾക്കറിയായിരിക്കും, ഞാൻ മറ്റേ ചുവന്ന പരിപ്പുണ്ടല്ലോ അത് പൊടിച്ചിട്ടിങ്ങനെ വെച്ചിട്ടുണ്ട്. ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. മസൂർ ദാൽ എന്നാണ് അതിന് പറയാം. അപ്പോൾ അത് പൊടിച്ച് ഞാൻ വെച്ചെടുക്കുന്നതായിരുന്നു. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് വെള്ളത്തിനോട് ഡൈല്യൂട്ട് ചെയ്തിട്ട് ഫേസിൽ നെക്കിൽ അപ്ലൈ ചെയ്യാണ്. പിന്നെ നൈസായിട്ട് അവിടെ നിന്ന് അമ്മ മാങ്ങയൊക്കെ എടുത്തിട്ട് പോയി. 2 എടുത്തോണ്ടേ പിന്നെ ഞാൻ എടുക്കണ്ട പറഞ്ഞാൽ നൈസായിട്ട് വിട്ടു ഗൈസ്. കാരണം മാങ്ങ ഇരിക്കുന്നതുകൊണ്ട് നീലും ഇവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ടായിരുന്നു. കണ്ട നീല സൈഡിലേക്ക് വന്നപ്പോൾ ഞാൻ മാങ്ങയുടെ പ്ലേറ്റ് അങ്ങോട്ട് വെച്ചു. ഇത് ഞാൻ വേണം വെച്ച് കൊടുക്കാണ്ടല്ല കേട്ടോ, കൊടുത്തിട്ടും പിന്നെയും ചോദിച്ചു വരാം. അപ്പോൾ അതുകൊണ്ട് പിന്നെ എനിക്ക് പ്രാന്ത് പിടിച്ചു തുടങ്ങി. അതുകൊണ്ട് ഞാൻ അവൾ അപ്പുറത്തേക്ക് വരും, അപ്പോൾ ഞാൻ പ്ലേറ്റ് അങ്ങോട്ട് മാറ്റും. അങ്ങനെയായിരുന്നു. പിന്നെ അവസാനം മനസ്സിലായി മൂപ്പരാൾക്ക് അത് കിട്ടില്ല എന്നിട്ട് പിന്നെ വരാൻ നിന്നില്ല. അപ്പോൾ ഞാൻ അതിന് വെള്ളം ഒഴിച്ചപ്പോൾ ഇത്തിരി കൂടിപ്പോയി. അപ്പോൾ കുറച്ചുകൂടെ പൊടിയും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. നല്ലൊരു കട്ടിയുള്ള പേസ്റ്റാണ് കിട്ടാം. അങ്ങനെ ഞാൻ വർക്ക് ഏരിയയിൽ പോയിരുന്നു ഗൈസ്. അവിടെ പോയിരുന്ന് സ്വസ്ഥമായിട്ടിരുന്ന് മുഖത്താക്കാൻ വിചാരിച്ചു. അല്ലെങ്കിൽ നിലത്തൊക്കെ പോയാൽ ഞാൻ തന്നെ തുടക്കേണ്ടി വരാം. വാഷ് ബേസിൻ്റെ അവിടെയൊക്കെ ആയ വൈറ്റ് കളർ വാഷ് ബേസിൻ, അപ്പോൾ അവിടെ ആയ വേഗം പാടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ റിസ്ക് ചെയ്യാൻ നിന്നില്ല. പിന്നെ ഞെറിസ് അവിടെ നിന്നു കുറച്ച് നേരം ചുറ്റി കറങ്ങി നിന്ന്. അവൾക്ക് ഞാൻ മാങ്ങ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വീണ്ടും വേണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പൊക്കോ പറഞ്ഞു. കാരണം അമ്മ മാങ്ങ മുറിച്ചുകൊണ്ടിരുമ്പോൾ ആർക്കും വേണ്ട. ഞാനിങ്ങനെ വല്ല ആവശ്യത്തിന് എടുക്കുമ്പോഴാണ് എല്ലാവർക്കും വേണ്ടത് ഗൈസ്. അമ്മ ഇങ്ങനെ മാങ്ങ മുറിച്ചിട്ട് വെച്ച് തരുമ്പോൾ ആരും കഴിക്കില്ല. ഇപ്പോൾ ആവശ്യമില്ലാത്തപ്പോൾ എല്ലാവർക്കും നല്ല ആവശ്യം. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാനത് നൈസായിട്ട് പ്ലേറ്റൊക്കെ മാറ്റി വെച്ചു അപ്പുറത്തേക്ക്. അത് കഴിഞ്ഞ് നമ്മൾ ഫേസിൽ മൊത്തമായിട്ട് ഇത് അപ്ലൈ ചെയ്യണം. ഞാനിതിൻ്റെ ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് സത്യത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫേസ് പാക്കാണ്. നോർമലി ചില ഫേസ് പാക്ക് ഇട്ട മുഖം ഭയങ്കര ഡ്രൈ ആക്കുന്ന പോലെ തോന്നും. ഇതിങ്ങനെ ഡ്രൈ ആക്കുന്നൊന്നുമില്ല, ഒരു സ്ക്രബ് എഫക്റ്റും കൂടെയാണ്. ശരിക്കും ഫേസിൽ സ്ക്രബ് ചെയ്യുന്നത് അത്ര നല്ലതല്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് എൻ്റെ ഒരു ടീനേജ് പ്രായത്തിൽ സ്ക്രബ് ചെയ്യുന്നത് നല്ലതല്ല, ഞാൻ ചെയ്യാറുമില്ല. അപ്പോൾ ഇത് കഴുകുമ്പോൾ ഞാൻ പതുക്കെ ഇങ്ങനെ ഇതാക്കിയിട്ട് കഴുകുള്ളൂ. അരച്ചിട്ടിട്ട് സ്ക്രബ് ചെയ്തിട്ടൊന്നുമല്ല കഴുകുക. അതിൻ്റെ ഓൾറെഡി ഒരു തെരി പോലത്തെ ടെക്സ്ചർ ആണല്ലോ. അപ്പോൾ എന്തായാലും വാഷ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു എഫക്റ്റ് ഉണ്ടാവും. ഞാൻ കഴുത്തിലും ഫേസിലും ഈക്വലായിട്ട് തന്നെ നല്ല രീതിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് കുളിക്കുന്നതിനെക്കാട്ടും മുമ്പ് ചെയ്തിട്ട് ഇതോടുകൂടെ പോയി കുളിക്കുകയാണ് ചെയ്യാറ് കേട്ടോ. അല്ലാണ്ട് കുളി കഴിഞ്ഞിട്ട് വൈകുന്നേരം രാത്രിയൊക്കെ ചെയ്യുന്ന കുറച്ച് പണിയാണ് ഗൈസ്. അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. പിന്നെ കണ്ണിൻ്റെ ആ ഭാഗത്തേക്ക് അധികം എത്തിക്കില്ല. കാരണം ഞാൻ പറഞ്ഞില്ല തരി പോലത്തെ ടെക്സ്ചറാണ്. അപ്പോൾ കഴുകുന്ന സമയത്ത് ചെറിയ ലൈറ്റ് പാർട്ടിക്കിൾസ് ആയതുകൊണ്ട് വേഗം കണ്ണിൻ്റെ ഉള്ളിൽ പോയ പ്രശ്നമാണ്. അത് കഴിഞ്ഞ് ഞാൻ പോയി മാങ്ങ എടുത്തിട്ട് വന്നു ഗൈസ്. ഫ്രിഡ്ജിലൊരു മാങ്ങ കൂടി ഇരിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ മാങ്ങയും കൂടി എടുത്തു. എന്തായാലും ഇങ്ങനെ ഫേസ് പാക്ക് ഉണങ്ങാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ അതുകൊണ്ട് തിന്നിട്ടിരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ മാങ്ങ മുറിക്കുകയാണ്. ആദ്യം തന്നെ നോക്കിയിട്ട് നല്ല മാങ്ങയാണെന്ന്. കാരണം ചിലപ്പോൾ പുറം കാണാൻ നല്ല ഭംഗിയുണ്ടാവും, ഉള്ളിൽ നോക്കുമ്പോൾ ചിലപ്പോൾ നാശമായിട്ട് വല്ല പുഴുക്കളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഞാൻ ആദ്യം തന്നെ നോക്കി. എന്നിട്ട് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നല്ല മാങ്ങയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഓവറായിട്ടുള്ള പുളിയൊന്നും ഉണ്ടാവില്ല. ഏത് മാങ്ങയായിരുന്നു എന്ന് എനിക്കറിയില്ല. ഫ്രിഡ്ജിലിരിക്കേണ്ടാവുന്ന 2 ഞാൻ എടുത്തിട്ട് വന്നു. അപ്പോൾ എഗെയിൻ എനിക്കറിയില്ല നീലുവിന് വല്ല സിദ്ധി ഉണ്ടോ, ഇത് മുറിക്കുമ്പോൾ മണത്ത് വരണതാണോ. നേരത്തെ ഞാൻ മുറിച്ചപ്പോൾ മണത്ത് വന്നിട്ടുണ്ടായിരുന്നു, ഇപ്പോഴും ഞാൻ മുറിക്കുമ്പോൾ വന്നു. എന്താണെന്നറിയില്ല, വേണമെന്നൊന്നും പറഞ്ഞില്ല, പക്ഷെ മണത്ത് വരുന്നുണ്ട് അവൾ. സത്യം കണ്ട
ഇല്ല പല്ലിയുടെ സൗണ്ട് നിങ്ങൾക്ക് മേ ബി കേൾക്കാൻ പറ്റുമായിരിക്കും. ഇനി നമുക്ക് കുറച്ച് നേരം ഇത് തിന്നിട്ട് ഇവിടെ നിൽക്കാം. ഫേസ് നന്നായിട്ട് ഉണങ്ങുന്നവരെ. ഭയങ്കര ഓവറായിട്ട് ഉണക്കാൻ വേണ്ടി ഫേസ് വെക്കരുത്. അങ്ങനെയാണ് നല്ലോണം വലിയും. അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മുടെ സ്കിന്നിന് അത് ഭയങ്കര പൊട്ടയാണ്. അങ്ങനെ ചെയ്ത് നമ്മുടെ സ്കിന്ന് റിങ്കിൾസ് വരും എന്നാണ് പറയുക. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ നിൽക്കരുത്. നല്ലോണം ഡ്രൈ ആക്കരുത്. അത് കഴിഞ്ഞിട്ട് കത്തി കൊണ്ടുള്ള സാഹസികത കാരണം എൻ്റെ കയ്യിൽ ചെറുതായിട്ടൊന്ന് മുറിഞ്ഞു. പക്ഷെ ഇത് ഭയങ്കര മൂർച്ചയില്ലാത്ത കത്തി ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചൊന്നും പറ്റില്ല. പക്ഷെ ചെറുതായിട്ട് തൊലിയൊന്ന് നീങ്ങിയായിരുന്നു. വലിയ കുഴപ്പമില്ല. അത് പെട്ടെന്ന് എന്തോ ഒരു കൊണ്ട പോലെ തോന്നിയപ്പോഴാണ് ഞാൻ നോക്കിയപ്പോൾ കണ്ടത്. അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നു. കഴിഞ്ഞിട്ട് ഞാൻ പുറത്തേക്കൊക്കെ ഇറങ്ങി. പുറത്തേക്ക് മീൻസ് വർക്ക് ഏരിയ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയായിരുന്നു. അപ്പം നഴ്സ് ഇവിടെ ഭയങ്കര തീറ്റയിലായിരുന്നു. നമ്മുടെ ഞണ്ടില്ലേ, ഞണ്ട്, അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നെർസിനെന്ന് വെച്ചാൽ ഞണ്ടെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. ഈ വീട്ടിൽ ഏറ്റവും അടിപൊളിയായിട്ട് ഞണ്ടിനെ കഴിക്കുക ഇവളാണ്. ഇവൾക്ക് അതിൻ്റെ നാക്കറിയാം. അത് കഴിക്കണമെങ്കിൽ കുറച്ച് പണിയാണ്. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കുറേ അങ്ങനെ ഇങ്ങനെയൊക്കെ പൊട്ടിച്ച് കുറേ പണിയാണ് അത് കഴിക്കാൻ വേണ്ടിയിട്ട്. അവൾക്ക് നല്ലോണം ആ ട്രിക്ക് അറിയാം കേട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞണ്ട്. ഞണ്ടൊക്കെ ഭയങ്കര ഇടയ്ക്കേ മേടിക്കുക, ഭയങ്കര റെയറായിട്ടാണ് വാങ്ങാറ്. അപ്പോൾ വാങ്ങിക്കുമ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവൾ നല്ലോണം കഴിക്കുകയും ചെയ്യാറുണ്ട്. എനിക്ക് തീരെ ഇഷ്ടമില്ല ഇതിൻ്റെ റോസ്റ്റ് വെച്ച മണം പോലും എനിക്കിഷ്ടമില്ല. എന്താ സംഭവം എന്നറിയില്ല. ഇതിങ്ങനെ ഞണ്ടിനോട് പ്രത്യേക സ്മെല്ലല്ല. അത് വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിന് വൃത്തികെട്ട മണം ഉണ്ടാവും ഗൈസ്. ആ ഏരിയയ്ക്കേ ഞാൻ പോകാറില്ല. പക്ഷെ ഇവരൊക്കെ അത് മണത്ത് നിൽക്കും ഗൈസ്. ഇവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇവർ മീൻസ് എസ്പെഷ്യലി നഴ്സ് കേട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്നറിയില്ല. നീല് പിന്നെ എന്ത് കിട്ടിയാലും കഴിച്ചോളൂ. അങ്ങനെ അവൾക്ക് ഇന്ന സംഭവമൊന്നുമില്ല, ഇഷ്ടമുള്ളത് അങ്ങനെയൊന്നുമില്ല. എന്ത് കിട്ടിയാലും കഴിച്ചോളൂ. അത് അങ്ങനെ ഒരു ജീവിയാണ് ഗൈസ്. അപ്പോൾ ഞാൻ എവിടെ വീഡിയോ ആയിട്ട് വന്നാലും അവിടേക്ക് എത്തിക്കോളും. അപ്പോൾ ഞാൻ വെറുതെ മിററിൽ വീഡിയോ കാണിച്ചാൽ കണ്ടോ അവൾ ആ മാംസമൊക്കെ പുറത്തേക്ക് എടുത്തു. ഭയങ്കര കഴിവ് തന്നെ കേട്ടോ. ഭയങ്കര ഞാൻ പ്രൗഡാണ് ഗൈസ് എൻ്റെ അനിയത്തിനെ. അത് കഴിഞ്ഞ് നമ്മളെ മുഖമൊക്കെ ഉണങ്ങി. ഭയങ്കരമായിട്ട് ഉണങ്ങിയിട്ടില്ല, എന്നാലും കുറച്ചുകൂടെ അവിടെ ഇവിടെ ഉണങ്ങാനുണ്ട്. പക്ഷെ ഞാൻ പോയി കുളിക്കാൻ പോവാണ് ഗൈസ്. നമുക്കിനി കുളിച്ചിട്ട് ഓടി വരാം. അപ്പോൾ എൻ്റെ കുളി കഴിഞ്ഞ് ഗൈസ്. കുളിയൊക്കെ കഴിഞ്ഞ് പ്രത്യേകിച്ച് മുഖത്തൊന്നും ചെയ്തിട്ടില്ല. മുഖത്തെ ഫേസ് വാഷ് നമ്മുടെ അത് കഴിഞ്ഞു. ഫേസ് പാക്കൊക്കെ നല്ലോണം റിമൂവ് ചെയ്തു. നല്ല ഫ്രഷായി. ലിപ് ബാം ഇട്ടുണ്ട്. അത് ഞാൻ എപ്പോഴൊന്നും ഇടാറില്ല. അത് നല്ല ചുണ്ടിങ്ങനെ ഡ്രൈ ആയി തോന്നുമ്പോൾ മാത്രമേ ഇടാറുള്ളൂ. കുളി കഴിഞ്ഞിടുന്ന ഒരു റുട്ടീൻ പോലെയൊന്നുമല്ല കേട്ടോ. അപ്പോൾ നല്ലോണം തലയ്ക്ക് കുളിച്ച് വന്നിട്ടുണ്ട്. എന്നിട്ടും ചൂടെടുക്കുക ഗൈസ്. കുളി കഴിഞ്ഞിട്ടും ചൂടെടുക്കുക. നല്ല ചൂടുണ്ട്. നമുക്ക് കുറച്ച് നേരം ഫാൻ്റെ അടി പോയിരിക്കാം. ഇനിയിപ്പോൾ ഉച്ചത്തെ ഫുഡൊക്കെ കഴിക്കാറായിട്ടുണ്ട്. കഴിക്കണം. ഇങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഉച്ചയായിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും നല്ലോണം വിശന്ന് തുടങ്ങി. ആദ്യം വിശന്നിരുന്നില്ല, പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നല്ല വിശപ്പായിരുന്നു ഗൈസ്. അപ്പോൾ എന്താ കഴിക്കാനുള്ളത് അമ്മയുടെ അടുത്ത് പോയി ചോദിച്ചപ്പോൾ എന്തൊക്കെയോ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനതൊക്കെ പോയി നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. നോക്കുക മീൻസ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഗൈസ്. നമ്മളിപ്പോൾ ആ വിഷുവിൻ്റെ സംഭവങ്ങളൊന്നും എടുത്ത് മാറ്റിയിട്ടില്ല കേട്ടോ. എന്തായാലും മാറ്റണമെങ്കിൽ മടിയായിട്ടിരിക്കണോണ്ട് ഞാൻ മാറ്റിയില്ല. അപ്പോൾ ചോറും ഉണക്കപ്പയർ ഉപ്പേരിയായിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. കറിയും കാര്യങ്ങളൊന്നും വേണ്ട. ഈ പയർ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പപ്പടം ഉണ്ടായിരുന്നില്ല, പക്ഷേ കുഴപ്പമില്ല. ഈ ഉണക്കപ്പയറായതുകൊണ്ട് വലിയ കുഴപ്പമില്ല, ഞാൻ കഴിച്ചോളും. അപ്പോൾ നമുക്കിനി അത് കഴിച്ചിട്ട് കാണാം ഗൈസ്. ഞാനിത് ടൈം ലാപ്സിലായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നു വീഡിയോ. കാരണം നോർമലി വീഡിയോ ഇട്ട് സ്പീഡ് ആഡ് ചെയ്യുമ്പോഴേക്കും ഭയങ്കര ലാഗാവും. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തത്. അപ്പോൾ ഗൈസ് എൻ്റെ ഫുഡ് കഴിക്കാനൊക്കെ കഴിഞ്ഞു. ഇത് നമ്മൾ വെറുതെ കുറച്ച് നേരം റീൽസൊക്കെ ഇരുന്ന് കാണും ഇൻസ്റ്റഗ്രാമിൽ. അതന്നെ ഇപ്പോഴത്തെ പണി ഗൈസ്. നീ കഴിച്ചാ? ഓക്കെ ഓക്കെ. അപ്പോൾ ഇവർ കഴിച്ചില്ല. ഇവരിപ്പോൾ കുളിച്ചിട്ടേ വന്നിട്ടുള്ളൂ. ഞാൻ നേരത്തെ കുളിച്ചു ഗൈസ്. നേരത്തെ മീൻസ് 1:30 ആകുമ്പോൾ തന്നെ കുളിച്ചു. പിന്നെ എൻ്റെ നെയിൽ പോളിഷ് കണ്ടോ ഗൈസ്? നല്ല ഷെയ്ഡാട്ടോ, നല്ല ഭംഗിയുള്ള കളറാണ്. പക്ഷെ ഒരു മിനിറ്റ് കുട്ടി. പക്ഷെ ഇതിലത്തെ നെയിൽ പോളിഷൊക്കെ പോയി ഇവിടെ നിന്നൊക്കെ. ഇനിയിപ്പോൾ ഇത് റിമൂവ് ചെയ്യണം. എൻ്റെ മൊത്തം കളഞ്ഞല്ലോ. അയ്യോ ഭയ്യ. ഞാൻ കുറച്ചധികം കഴിച്ചു ഗൈസ്. നല്ല വിശപ്പുണ്ടായിരുന്നു. മൊത്തത്തിലൊരു വശവശക്കാണ് ഗൈസ്. ഈ ക്ലിപ്പിന് കണ്ടോ കയറി പോകുന്നതിൻ്റെ ഭയങ്കര ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള സ്ഥലത്തേക്കാണെന്ന് വിചാരിക്കും ഗൈസ്. അതെ, നമ്മൾ തറവാട്ടിലെ മേലത്തെ റൂമിലേക്ക് പോകാമായിരുന്നു. ഞാൻ മുമ്പ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. നാളെ മറ്റേ വിഷു ഡേയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു റൂമൊക്കെ. അന്ന് ഫുൾ മഞ്ഞ കളറായിരുന്നു. പഴയ റൂമായിരുന്നു. പെയിൻ്റൊക്കെ അടിച്ച് ഇപ്പോൾ ഫുൾ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഞാനിവിടെ ട്രൗസറൊക്കെ ഇട്ടിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. ആ പഴയ ആൾമാരായിട്ടോ, അതിൽ ഞാൻ വെറുതെ വീഡിയോ എടുത്തതായിരുന്നു. പിന്നെ ഇവിടെ ഫാനും കൂടെ വെക്കാനുള്ളൂ. ഇവിടെ കുറേ ഇലക്ട്രിക്കൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. കാരണം അവിടെ ഇവിടെയൊക്കെ വയറും കാര്യങ്ങളൊക്കെ എടുക്കുന്നതുകൊണ്ട് തന്നെ ഷോക്ക് അടിക്കാനുള്ള ചാൻസുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറ്റി ഫുൾ സെറ്റാക്കി പുതിയ സ്വിച്ച് ബോർഡ് വെച്ചു. ഫുൾ സെറ്റ് റൂമാക്കിയിട്ടുണ്ട്. തണുപ്പ് മഴക്കാലത്തൊക്കെ ഇവിടെ വന്നെടുക്കാൻ നല്ല സുഖമാവും. കാരണം നല്ല തണുപ്പുണ്ടാവും. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ റൂമിൻ്റെ ഉടമസ്ഥകൾ ഒരു ലോഡ് എലികളാണ് ഗൈസ്. കുറേ എലികളുണ്ട് ഈ റൂമിൽ.
ഇപ്പം എലികളൊന്നും കറൻ്റ്ലി ഇല്ല, ഒക്കെ വൃത്തിയാക്കുമ്പോൾ അച്ഛമ്മൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും ഒരു തരികട. പിന്നെ ഈ ഷെൽഫിനുള്ളിലാണ് വിറ്റുകളൊക്കെ വന്നിരിക്കാറ്, അതുകൊണ്ടൊരു വൃത്തികെട്ട സ്മെല്ലാണ്. അതുകൊണ്ട് ഞാൻ തുറക്കണ്ട പറഞ്ഞത്. ഞാൻ മൂക്ക് കുത്തിയത് കേട്ടോ. വീഡിയോ ആ മിററിൽ ചിലപ്പോൾ കാണാമായിരിക്കും. അങ്ങനെ നമ്മൾ പുറത്തേക്ക് പോയി. നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ പുറത്ത്. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്നാൾ വന്ന റൂമിലേക്കാണ് വന്നിട്ടുള്ളത്. ഇന്നാൾ വരുമ്പോൾ അവസ്ഥ ഇപ്പോഴത്തെ അവസ്ഥയും കണ്ടാൽ മാറ്റുണ്ട്. അന്ന് ആകെ നാശകൂശമായിട്ടായിരുന്നു ഇരിക്കുന്നത്. അടിപൊളി അടിപൊളി അടിപൊളി. അപ്പോൾ ഗൈസ് ഇവിടെ റൂം ഫുൾ ട്രാൻസ്ഫോം ചെയ്തു, ഫുള്ള് പെയിൻ്റൊക്കെ അടിച്ചു അകത്തു. അയ്യോ, ഇവിടെ പുറത്ത് ലൈറ്റ് വെക്കും. ഇതാകെ പ്രശ്നമായിട്ട് എടുക്കാറുണ്ട് ഇവിടെ. കാരണം എന്താ വെച്ചാൽ നല്ല വെളിച്ചം കേട്ടോ ഇവിടെ. പണ്ടത്തെ പോലുള്ള പണ്ട് ഇവിടെ ഒരു യെല്ലോ കളറായിരുന്നു പെയിൻ്റ് അടിച്ചിട്ട്. സൗണ്ട് ഉണ്ട്, കോപ്പറേറ്റ് വരും ഭഗവാന്. അപ്പോൾ ഇവിടെ ഫുൾ പെയിൻ്റ് അടിച്ചു ബ്ലൂ കളറ്. ഇവിടെ കുറേ കറണ്ടിൻ്റെ പ്രശ്നം ഉണ്ടാകും. അതായത് ഇവിടേക്ക് കയറി അപ്പം ഷോക്ക് അടിക്കും. എന്ന് വെച്ചാൽ ഇവിടെ കുറേ വയറും കാര്യങ്ങളൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കയറാൻ കുറച്ച് റിസ്ക്കിയാണ്. ഇപ്പോൾ ആ സംഭവങ്ങളൊക്കെ മാറ്റി ഫുൾ വയറിംഗ് ഒക്കെ ശരിയാക്കി. അതാണ് പുതിയ സ്വിച്ച് ബോർഡൊക്കെ വെച്ചു. പണ്ടത്തേൽ ഫുൾ നാശം എടുക്കായിരുന്നു. പുതിയ സ്വിച്ച് ബോർഡ് വെച്ചു. ഫാൻ വെച്ചിട്ടില്ല, ഫാൻ വെക്കണം. പിന്നെ ഒരു ലൈറ്റ് ഉണ്ട്, 2 ലൈറ്റ് ഉണ്ട് റൂമിൽ. ഒന്ന് അവിടെ വരണം, പിന്നെ ഒരെണ്ണത് എൻ്റെ ബാക്കിൽ, അത് ശരിയാക്കണം. പിന്നെ ഫ്രണ്ടിൽ ഓക്കെ, അവിടെ ഫ്രണ്ടിൽ ഒരെണ്ണം വെക്കണം. പിന്നെ ഇവിടുത്തെ ഒരു ജനലുണ്ടായിരുന്നു, അത് ഫുള്ള് എടുത്ത് മാറ്റിയിട്ട് ഇതുപോലെ നെറ്റ് വെച്ചു. എടുത്ത് മാറ്റി, കാരണം പഴയ ജനലായതുകൊണ്ട് കുറച്ച് പ്രശ്നമായിരുന്നു. അങ്ങനെ പിന്നെ അവിടുത്തെ ജനലം മാറ്റിയിട്ടില്ല. ഇല്ല, അവിടെ പുറത്തേക്ക് നെറ്റ് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ്. ഇത് നീയാണ് ഇവിടത്തൊക്കെ വെച്ച് കട്ടിലച്ഛമ്മ കൊണ്ടുവയ്ക്കാൻ സഹായിച്ചു. പിന്നെയുള്ള ഈ കളിപ്പാട്ടും ഫോട്ടോ ഒക്കെ ഞാൻ ഒരു ക്ലിയർ ആയിട്ടൊരു റൂം ടൂർ പോലെ ഇരുന്നോട്ടെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വീഡിയോ എടുത്തതായിരുന്നു. കണ്ടോ, അവിടെ CR7 എന്നൊക്കെ എഴുതിയിട്ടുള്ളത് പണ്ട് എൻ്റെ അക്ഷയവാപ്പൻ്റെ റൂമായിരുന്നു. ആള് റൊണാൾഡോ ഫാനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുട്ബോളിലൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ CR7 അങ്ങനെ, അതുപോലെ എന്താ പോർച്ചുഗൽ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഫുൾ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഒട്ടിച്ച് വെക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ അതൊക്കെ മാറ്റി ഫുൾ പെയിൻ്റ് അടിച്ചപ്പോൾ നല്ല ചന്ത ഉണ്ടായിരുന്നു ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ ഞാനും മുമ്പ് ഞങ്ങൾ ഇവിടെയായിരുന്നു കളിച്ചായിരുന്നു കേട്ടോ. വീടൊക്കെ ഞങ്ങൾക്ക് വീട് പണിയതിനെക്കാട്ടും മുമ്പ് ഇവിടെ വന്നിട്ട് കളിച്ചിരുന്നു. നല്ല രസം അവിടെ കളിക്കാൻ വേണ്ടിയിട്ട്. ബാങ്ക് കളിയും ടീച്ചറും കുട്ടിയും അങ്ങനെയൊക്കെ ഇഷ്ടം പോലെ കളികൾ കളിക്കാറുണ്ട്. ഇപ്പോഴും കളിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഗായ്സ്, ഞാൻ കടയിലൊക്കെ പോയിട്ട് 2 പാക്കറ്റ് പാലും കുറച്ച് ക്യാഷ് നട്ട്സൊക്കെ വാങ്ങിയിട്ട് വന്നു. പിന്നെ 2 പാക്കറ്റ് ഡയറി മിൽക്കും. വെറുതെ ഇവിടെ കുറച്ച് പഴം ഇരിക്കുന്നുണ്ട്. പഴം എന്തായാലും ഇങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ അത് തൊലി ഇതാവുമ്പോൾ നമുക്ക് കഴിക്കാൻ തോന്നില്ല. അപ്പോൾ എന്നാൽ പിന്നെ അത് വെച്ചിട്ട് എന്തെങ്കിലും ഷേക്ക് അടിക്കാൻ വിചാരിച്ചു. യൂഷ്വലിക്ക് പഴം വെച്ചിട്ടുള്ള ഷേക്കിനോട് വലിയ താല്പര്യമില്ല, പക്ഷേ ഡയറി മിൽക്കൊക്കെ അതുകൊണ്ട് ഞാൻ സ്പെഷ്യലായിട്ട് വാങ്ങിയത്. അതാകുമ്പോൾ ഡയറി മിൽക്ക് കിട്ടാൻ കുറച്ചൊരു ഫ്ലേവറിന് വ്യത്യാസം വന്നോളും വിചാരിച്ചിട്ട്. അപ്പോൾ നമുക്കത് ഉണ്ടാക്കാം ഗൈസ്. നമുക്കിന്ന് ചാവക്കാട് പോകാൻ പറ്റിയില്ല ഗൈസ്, പുറത്ത് പോകില്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ഇതിലാണ് ഞാൻ ഇരിക്കുന്നത്. ഞാൻ കുറേ ഓവറായിട്ട് പ്രതീക്ഷിച്ച അന്ന് ദിവസം എന്തെങ്കിലും കൊള്ളാവും. ഞാൻ ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പുറത്ത് പോകുമെന്ന്. സോ അതുകൊണ്ട് പോയില്ല. അതുകൊണ്ട് മൊത്തത്തിലൊരു മൂഡ് പോയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഷേക്ക് ഉണ്ടാക്കാം. അങ്ങനെ ക്യാഷ്നട്ടൊക്കെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ ചെളിയും കാര്യങ്ങളൊക്കെ പോകാനും പിന്നെ അതൊന്ന് കുതിരാനും കൂടെ വേണ്ടിയിട്ട് നമ്മൾ അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പാലൊഴിക്കുകയാണ്. നമ്മൾ മിക്സിയിലിട്ടിട്ടാണ് ഷേക്ക് ഉണ്ടാക്കുന്നത്, അറിയാമല്ലോ. കുറച്ച് പാലൊഴിച്ചു. പാലധികം തണുത്തിട്ടുണ്ടായിരുന്നില്ല, ഐസ് പോലെ ആക്കായിരുന്നു. അതാകുമ്പോൾ നല്ല തണുപ്പുണ്ടാവും കുടിക്കാൻ വേണ്ടിയിട്ട്. തണുപ്പ് തീരെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ പഴം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പഴം ഇങ്ങനെ സ്ലൈസ് ചെയ്തിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ സ്റ്റൈലൊന്നും വേണ്ട, നമുക്ക് നോർമലായിട്ട് ആഡ് ചെയ്താൽ മതി എന്ന്. കാരണം ഞാൻ അതിൻ്റെ ഷോർട്ട് വീഡിയോ കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇരിക്കട്ടെ വിചാരിച്ചിട്ട്. അപ്പോൾ അതൊക്കെ നല്ല സ്മൂത്ത്, എനിക്ക് ഈ പഴമൊക്കെ അരിയുന്ന കാണാൻ നല്ല രസം, നല്ല സ്മൂത്തായിട്ട് പോകും. അങ്ങനെ നമ്മൾ ഡയറി മിൽക്കൊക്കെ ഗൈസ് പുറത്തേക്ക് എടുത്തു. ഫ്രിഡ്ജ് വെച്ചെടുക്കായിരുന്നു, ഫ്രീസറിൽ. അപ്പോൾ അത് ഞാൻ പുറത്തേക്ക് എടുത്തു ഗൈസ്. ഇത് നല്ല രസം ഉണ്ടായിരുന്നില്ല ഈ ലൈറ്റ് കാണാൻ. അതുകൊണ്ട് ഞാൻ വെറുതെ ഡയറി മിൽക്കിൻ്റെ വീഡിയോ എടുത്താണ്. നല്ല ഭംഗിയുള്ള ലൈറ്റ്. ഞാൻ വീഡിയോ എടുക്കുന്ന നേരത്തെ ഇങ്ങനത്തെ ഒരു ലൈറ്റ് ആ പരിസരത്തേ വരില്ല കേട്ടോ, എന്താണെന്നറിയില്ല. അങ്ങനെ നല്ല ചന്തല ഗ്ലാസ്സൊക്കെ എടുത്ത് ഞാൻ കഴുകി ഗൈസ്, കാരണം വീഡിയോയിലൊക്കെ എടുക്കുന്നതല്ലേ. അപ്പോൾ ഈ ഷേക്ക് കുഴിക്കുമ്പോൾ ഒരു ഭംഗി വേണ്ട വിചാരിച്ചിട്ട് നല്ല ഭംഗിയുള്ള ഗ്ലാസ്സിലൊക്കെയാണ് എടുത്തു കൊടുന്ന് വെച്ചത്. അങ്ങനെ നമ്മൾ ഷേക്കും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. 2 ഗ്ലാസ് ഉണ്ട് ഗൈസ്. ഒരു ഗ്ലാസ് എനിക്ക്, ഒരു ഗ്ലാസ് നുസുവിന് കൊടുക്കാനാണ്. ഉണ്ണികളൊക്കെ കളിക്കാൻ പോയെടുക്കും. അപ്പോൾ അവർ വന്നിട്ട് കൊടുത്താൽ പോരെ. അപ്പോൾ ഞാൻ നുസുവിന് ഇത് കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോവാണ് ഗൈസ്. അവളുടെ റിയാക്ഷൻ പോലെ ചെറുതായിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അത് നമുക്കൊന്ന് ചെറുതായിട്ട് കേൾക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ നുസുവിനൊക്കെ കൊടുത്തിരിക്കുന്നു. നുസു എങ്ങനെയുണ്ട്? ഗംഭീരം. ഓക്കെ ഗൈസ്, നമുക്ക് ഇനി എൻ്റെ എടുത്തിട്ട് വരാം. എനിക്ക് എൻ്റെ കുടിച്ച് ടേസ്റ്റ് നോക്കണം. അവൻ നുസു ഗൈസ് പെട്ടെന്ന് അവിടെ ഒന്ന് പേടിച്ചു പോയി. കപ്പ് കൊണ്ട് കൊടുത്തപ്പോൾ ചെറുതായിട്ടൊന്ന് ഭയന്നു.
പെട്ടെന്ന് അയ്യോ നോക്കി. അപ്പോൾ കുട്ടിയൊക്കെ വളരെയാണ് സാറില്ല. നമുക്ക് ഇനി എൻ്റേതായ രീതിയിൽ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. പക്ക ചൂടത്ത് കഴിക്കേണ്ട പ്രൊഡക്റ്റായി കാണുകയാണെങ്കിൽ ഇതിൽ മറ്റേ ഐസാക്കിയിട്ടുള്ള പാൽ വെച്ചിട്ടുണ്ടാക്കണമായിരുന്നു. പാൽ ഐസാക്കിയിട്ട് എന്നാലും ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇത് പഴത്തിൻ്റെ ഡ്രിങ്ക് ആയതുകൊണ്ട് അതിൻ്റെതായ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. സൂപ്പർ. അവിടെ ഞാൻ പറഞ്ഞിട്ടായിരുന്നു സത്യത്തിൽ ഈ ഷേക്ക് ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ ഞാൻ മര്യാദയ്ക്ക് കുടിച്ചില്ലെങ്കിൽ പ്രശ്നമാണ് കേസ്. അതുകൊണ്ട് പിന്നെ ഞാനത് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. ഞാനാണ് അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ട് അമ്മ വാ നമുക്ക് കുടിക്കാം, അമ്മ വാ നമുക്ക് ഇത് ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അത് ഞാൻ അച്ഛനും കൂടെ കൊണ്ടു കൊടുക്കുകയാണ് കേസ്. അച്ഛൻ എന്താണെന്ന് അറിയില്ല, അമ്മ സ്പൂണൊക്കെ ഇട്ടിട്ട് തന്നിട്ടുണ്ടായിരുന്നു. വെറുതെ എന്നാൽ തോന്നുന്നു. അച്ഛൻ അവിടെ വർക്കിൽ ബിസി ആയിരുന്നു ഗൈസ്, ബിസി മാനാ, എന്ത് ചെയ്യണം. അപ്പോൾ ആൾ അതേ റൂമിലായിരുന്നു. സോ അച്ഛനും കൂടെ ഞാൻ ഷേക്ക് ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ ഗായ്സ് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അയ്യോ ഷേക്ക് ശരിക്കും തലയ്ക്ക് പിടിച്ചു തോന്നുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. സോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇനിയും ഞാൻ ഡേ ഇൻ മൈ ലൈഫ് അകളായിട്ട് വരാം. കാരണം ഞാൻ കുറേ കഷ്ടപ്പെട്ട് കണ്ടൻറ് വീഡിയോ ഉണ്ടാക്കിയിട്ട് യാതൊരു കാര്യമില്ല. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം ഡേ ഇൻ മൈ ലൈഫ് കാണാനാണ്. സോ അതുകൊണ്ട് ഞാൻ ഡേ ഇൻ മൈ ലൈഫിലായിട്ട് തന്നെ വരാം. അങ്ങനെ സോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട നേരത്തെ പറഞ്ഞ പോലെ എല്ലാതും ചെയ്യാൻ സാധിച്ചില്ല. ടാ.